എത്ര നേരമായി ഞാനിവിടെ വിളിക്കണം. ഡി കാന്താരി, ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. പറഞ്ഞാലും മനസ്സിലാവില്ല പെണ്ണിന്. ഡി കാന്താരി, ഇവിടെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. ഡി കാന്താരി, ഡി കാന്താരി, നേരെ എത്രയെന്ന് വിചാരം നിന്റെ? കിടക്കുകയുള്ളൂ. ഒന്ന് പോമ്മ, ഉറങ്ങട്ടെ. ചേട്ടനെ വിളിക്കൂ. ഞാൻ പറഞ്ഞു കൊടുക്കണ്ടേട്ടാ. ഇത്തിരി നേരം കൂടി ഉറങ്ങട്ടെ. നിന്നെ കാണിച്ചു. ആഹാ, എത്ര നേരമായി അവിടെ വിളിക്കുന്നു. വെട്ടിച്ചൂടാറായി. എന്തൊരു തണുപ്പ്. അയ്യോ ഏട്ടൻ. ഹലോ ഹലോ, കാന്താരിക്കുട്ടി. ആട്ടാ പറയട്ടാ. എണീറ്റില്ലേ നീ? ഓട്ടാ, കുളിയും കഴിഞ്ഞു. ഞാൻ വിശ്വസിച്ച് ഫോൺ അടിച്ചപ്പോഴേടി പോത്തെ നീ എണീറ്റേ. നീ കാന്താരി എടി അമ്മ എന്തേ? ഹലോ. ആ മോനെ, അമ്മേ സുഖല്ലേ നിനക്ക്? ആ സുഖം. അമ്മയ്ക്കോ? ആ അമ്മേ, അടുത്ത ദിവസം ഞാൻ വരണ്ടേട്ടാ. ഞാൻ പറഞ്ഞോളാം അവളോട്. അമ്മ പറയണ്ടേട്ടാ. ആ ശരി. അമ്മേ, അവക്കൊന്ന് ഫോൺ കൊടുത്തേ. ആ ഇപ്പൊ കൊടുക്കാം. ചേട്ടൻ ചോദിക്കണ്ട്. ഹലോ ഏട്ടാ. ചേട്ടൻ അടുത്ത ദിവസം ലീവ് ഡേ ഉണ്ട്. ആണോ? ആ മോക്ക് എന്താ കൊണ്ടുവരണ്ടേ? എനിക്കൊന്നും വേണ്ട, ചേട്ടൊന്നും വേഗം വന്നാ മതി. എന്നിട്ട് വേണം എനിക്കൊന്ന് വിലസാൻ. എന്നാ ശരി, ഞാൻ പിന്നെ വിളിക്കാട്ടാ. ആ ഏട്ടാ, ഓക്കെ. ഏ അമ്മേ, എന്റെ ഏട്ടൻ വരുമല്ലോ. സന്തോഷം കണ്ടില്ലേ? കാന്താരി, നീന്നൊന്നും കഴിക്കുന്നില്ലേ? ബസ് ഇപ്പൊ പോകും. ആ വരണു. എന്ത് പറഞ്ഞാലും കേക്കില്ല. നേരത്തിന് ഒരു ദിവസം പോലും പോവില്ല. ഇവളും ഈ പെണ്ണും. ആ വരാന്ന്. ഇതൊക്കെ ഇനി തിന്നാനുള്ള നേരം കിട്ടോ അവൾക്ക്? എത്ര നേരം ഞാൻ വിളിക്കണു. പെണ്ണേ, വേണമെങ്കിൽ വന്ന് കഴിക്ക്. ഓ, എത്ര നേരം ഞാൻ വിളിക്കണു. വിളിച്ചു വിളിച്ച് മനുഷ്യന് തൊണ്ടല് വെള്ളം പറ്റി. ഞാനിത് ആർക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കണത്? കുറച്ചേരം കൂടെ കിടന്ന് ഉറങ്ങ്. എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഓ, സമയമില്ലാത്തോണ്ടല്ലോ അമ്മ. എങ്ങനെ സമയം ഉണ്ടാവാനാ? എനിക്ക് ഇപ്പഴല്ല അമ്മ ഇങ്ങനെ സൂഹിക്കാൻ പറ്റുള്ളൂ. കെട്ടിച്ചു വിട്ടാ പറ്റില്ലല്ലോ. പോയിട്ട് വരാട്ടാ. ഇതിവിടെ കൊണ്ടുപോ. ഈ പെണ്ണിന്റെ ഒരു കാര്യം ഇപ്പോഴും കൊച്ചു കുട്ടിയാന്ന് വിചാരം. എന്റെ ചേട്ടൻ വരുന്നുണ്ട്. അയൽനോക്കിയാൽ ഇന്നുണ്ട് അവിടെ. എനിക്കെന്താ, നീ എന്തിനാ അവന്മാരെ നോക്കണേ? നീ ഇങ്ങനെ ചൂടാണ്. ഞാനിവിടെ പറഞ്ഞല്ലേ ഉള്ളൂ. ഓ, പറയാൻ പോയതായി ഇപ്പൊ കുറ്റം. കണ്ടാ തൊലിറ്റവന്തന്മാരല്ലേ? ആ ശരിയാ. ഇതന്നെയായിരിക്കും ഇവരുടെ പണി. എപ്പോഴാണോ ബസ് വരാം? നമ്മള് വേറെ ബസ് പോയണ്ടാണോ? ഇന്ന് ക്ലാസ്സിൽ പണി ഉറപ്പാ. ശരിയാ. ഇത് ടീച്ചർ പ്രശ്നമാക്കും. ഉറപ്പാ. എവിടേക്കാ മോളെ? ചേട്ടനൊരു ലിഫ്റ്റ് എന്നാലോ? ആവശ്യമില്ല. ഹൈ, നിനക്ക് ആവശ്യമില്ലെങ്കിലും ചേട്ടന് ആവശ്യമുണ്ട് അല്ലടാ. എന്നാ നീ നിന്റെ അമ്മയെ പെങ്ങളെ വിളിച്ചു കയറ്റ്. വിട്ടോ, വിടണോ? വിടാനാ പറഞ്ഞേ. വിട്ടോളെ, വിട്ടോ. ഞങ്ങളുടെ കാര്യത്തിലൂടെ മക്കളെ പണി ഞാൻ തരണ്ടട്ടാ. പിന്നെ അമ്മയും പെങ്ങളെ തിരിച്ചറിയാത്തവന്മാര് എന്താ ചെയ്യാ? കുട്ടിക്കൊന്നും പറ്റില്ലല്ലോ അല്ലേ? ഇല്ല. എന്നാ ശരി. ആ പോക്കോടാ. നേരം കൊറേ. ഇവിടുത്തെ എവിടെ പോയി കിടക്ക? കാവ്യ ഒന്ന് വിളിച്ചു നോക്കാം. മോളെ,
കാന്താരി എവിടെയാ? നീ അവളെ കണ്ടായിരുന്നോ? അവള് ക്ലാസ്സിൽ നിന്ന് നേരത്തെ ഇറങ്ങിയല്ലോ. തലവേദനയാണെന്ന് പറഞ്ഞു. അവളോട് എത്തിയില്ലേ? ഹലോ അമ്മേ. ഹലോ. ഇല്ല, അവളിതുവരെ വന്നില്ല. വന്നില്ലേ? ഹലോ അമ്മേ. നിന്നോട് പറഞ്ഞിരുന്നാ? ആ പറഞ്ഞിരുന്നു. വല്ലാത്ത കഷ്ടായി പോയില്ലേ? ആ ചെയ്യാം. ആ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. എല്ലാരും അറിഞ്ഞു തോന്നുന്നു. അറിഞ്ഞില്ലേ, നമ്മുടെ പാറക്കുളത്തിലൊരു ബോഡി പൊന്തിന്ന്. ആരെ? കാന്താരി വെച്ചിട്ടാന്ന് പറഞ്ഞേ. അയ്യോ, എന്റെ മോളെ, എന്റെ മോളെ, എന്റെ മോളെ. എനിക്ക് കരയില്ലേ എന്റെ കുഞ്ഞ്. കരയില്ലേ ചേച്ചി? ഓക്കേ. കരയില്ലേ? പോയില്ലേടാ, നമ്മുടെ എല്ലാം പോയില്ലേടാ. എന്തിനാ നമ്മൾ ജീവിച്ചിരിക്കണത്? ഇല്ല, വിടരുത്. ഇത് ചെയ്തത് ആരായാലും നീ അവനെ വെറുതെ വിടരുത്. ഇനി ഒരു അമ്മയ്ക്കും ഈ ഗതിയുണ്ടാകരുത്. ഇല്ലമ്മേ, ഇത് ചെയ്തത് ആരായാലും അവനിനും മര്യാദയ്ക്കാണ് തുടങ്ങില്ല. ഇടനെഞ്ചിലെ സ്നേഹബാഷ്പം ഇടവഴിയിൽ അലിഞ്ഞുപോയി. ഇടരുമെൻ ഗദ്ഗത ചുരുളിൽ അലിയാൻ അനുപമ സ്നേഹം ബാക്കി വച്ചു. അനുപമ സ്നേഹം ബാക്കി വച്ചു. ഇന്നലെകൾ എത്ര സുന്ദരം, ഇന്നാ ഓർമ്മകൾ മാത്രമായി. ഇന്നലെകൾ എത്ര സുന്ദരം, ഇന്നാ ഓർമ്മകൾ മാത്രമായി. എന്നുമെൻ കൂടെ കുസൃതി ചിരിയുമായി ചാരത്തണഞ്ഞ
മാഞ്ഞോരാ ഓർമ്മകളേ. എന്നരികിൽ ഇനി വരുമോ നോവിൽ സാന്ത്വനമേകുവാൻ? എന്നരികിൽ ഇനി വരുമോ നോവിൽ സാന്ത്വനമേകുവാൻ? ഒരു മന്ദസ്മിതവുമായി ഇരുളിൽ തെളിയാൻ വരുമോ നീയൻ ഉന്മകളെ? ഇടനെഞ്ചിലെ സ്നേഹബാഷ്പം ഇടവഴിയിൽ അലിഞ്ഞുപോയി. മോനെ വാ, വന്നെന്തേലും കഴിക്കും. അമ്മ വിളമ്പിക്കോ, ഞാൻ വരാം. സാറേ ഞാനവിടെ പോയിരുന്നു കേട്ടോ. എന്നിട്ട് എന്താക്കിയത്? സോൾവ് ആയാ? അതൊക്കെ ഞാൻ സോൾവ് ചെയ്തു. സാർ, SI സാറിനൊന്ന് കാണാനാ. സാറാ എത്തണ്ട, നിങ്ങൾ പൊക്കോ. ശരി സാർ. സാർ, എന്താടാ? കാന്താരിയുടെ കേസ് എന്തെങ്കിലും? ഇരിക്കടാ. സാർ, കേസ് കിട്ടിയ അറിയിക്കേണ്ടവരെ അറിയിച്ചോണ്ട് നീ അതുകൊണ്ട് കയറി ഇറങ്ങി അധികം വെയിലുള്ള നിൽക്കണ്ട, പോവാൻ നോക്ക്. സാറിന്റെ പെങ്ങളാ അത്? ഓ, പെങ്ങളെ അടക്കി ഒതുക്കി വളർത്തണോടാ. അതല്ലെങ്കിൽ കണ്ടവന്മാരെ ഇറങ്ങി വല്ല റെയിൽവേ ട്രാക്കിലോ പൊട്ടങ്ങേരിയിലോ കൊണ്ടുവിടും, മറ്റുള്ളവർക്ക് കുരിശാവാനായിട്ട്. എന്താടാ പുന്നാര മോനെ, നീ ഇവിടെ കിടന്ന ഷോ കാണിച്ചാണ്ടല്ലോ, വന്ന വഴി പോവില്ല, നീ പൊട്ടിച്ചോളെ ഞാൻ. ഈ മാതിരി ഉമ്മാക്കല്ലേ ഇവിടുത്തെ പാവപ്പെട്ടവരുടെ അടുത്ത് മതി. ഇതാളെ വേറെ ലെവലാ. നീ ഇത് കണ്ട? ബോംബ് പിടിച്ച തഴപ്പിച്ച കയ്യാ ഇത്. നീയൊക്കെ നിന്റെ പെണ്ണുമ്പിളെ കേട്ട് പിടിച്ച് കിടന്നുറങ്ങുമ്പോ ഞങ്ങളിപ്പോഴുള്ള പട്ടാളക്കാര് ഇവിടുത്തെ അതിർത്തിയിലെ രാവും പോലും കാവലിൽ നിന്നാണ് ഈ നാടിനെ സംരക്ഷിക്കുന്നത്. അല്ലെങ്കിലുണ്ടല്ലോ, പണ്ടത്തെ പോലെ ബ്രിട്ടീഷുകാരല്ല, വല്ല ചൈനക്കാരുടെ പാകിസ്ഥാനുകളുടെ അടിവസ്ത്രം അല്ലെങ്കിൽ കൊടുത്തും അവരുടെ കാല് നോക്കിയും ജീവിക്കേണ്ടി വന്നില്ല നിനക്കൊക്കെ. ഓർത്തോ നീ? എനിക്കറിയാൻ ഇനി എന്താ വേണ്ടേന്ന്. ഇനിക്കാര്യം പറഞ്ഞ് നിന്റെ മുന്നിൽ ഞാൻ വരില്ല. കാണാട്രാ. പുന്നാര മോനെ, നീ അങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കിട്ട് പോയാലോ? ഇങ്ങോട്ട് വാടണേ. നിന്നോട് ഞാൻ മുന്നേ പറഞ്ഞതാ, ഇതാള് വേറെ ലെവലാണ്. നിന്നെ സാറേ സാറേ എന്ന് വിളിച്ചത് നിന്നോടുള്ള ബഹുമാനം കൊണ്ടല്ല, നീട്ടിക്കുന്ന യൂണിഫോമിനുള്ള ബഹുമാനം കൊണ്ടാ. പിന്നെ റാങ്ക് വൈസ് നോക്കണെങ്കിൽ നിന്നെക്കാൾ ഒരുപടി മോളിലാ എന്റെ സ്ഥാനം. മൈൻഡ് ഇറ്റ്. പോട്ടെ ശേഖരൻ സാറേ. ഹലോ, അവനിറങ്ങി.
കിരൺ എപ്പോഴാ വന്നേ? ഞാൻ ഇന്നലെ എത്തിയേച്ചി. കാവ്യല്ലേ? ആ ഉണ്ടല്ലോ. കിരൺ കേറി ഇരിക്ക്. ആ ഒന്ന് വിളിക്കാവോ? കാവ്യേ. ആ ചേട്ടാ. മോളെ ഒരു മിനിറ്റ്. എന്താ മോളെ, എന്താന്ന് സംഭവിച്ചേ? മോള് പേടിക്കണ്ട, എന്തെങ്കിലും പറയ്. ചേട്ടാ ഇത് കണ്ടോ? ഇവനാ, ഈ ദുഷ്ടനാ, ഇവനാ നമ്മുടെ കാന്താരിയെ കൊന്നത്. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം മോളെ. കണ്ണാ വാടാ. ചേട്ടാ ഇയാളെ അറിയോ? ചേട്ടാ ഇവനെ കണ്ടല്ലോ. ചേട്ടാ ഇയാളെ അറിയോ? ചേട്ടനോ? ഇല്ലല്ലേ? ഓക്കെ. ചേട്ടാ ഇയാളെ കണ്ടോ? ചേട്ടാ ഇയാളെ അറിയോ? ഇയാളെ അറിയോ? ചേട്ടാ ചേട്ടാ ഇവനെ കണ്ടോ? ചേട്ടനോ? ആണോ? ശരി നമ്മളെ കണ്ണാ വാ. കണ്ണാ വിടരുത്. ഓക്കെ ഏട്ടാ, വിടരുത്. നീ എവിടേക്ക് ഓടണേ? നിക്കടാ അവിടെ. നിക്കണോ? എവിടേക്കാ ഓടണത് നീ? കാന്താരി കൊന്നത് അവിടെ എനിക്ക് പറയാനുള്ള കേക്ക്. ഞാനതാ പറയാനുള്ള കേക്കാം. എന്താണ് നിനക്ക് പറയാനുള്ളത്? പറയടാ പന്നി. പറയടാ നായേ. ചവിട്ടി കൂട്ടേട്ടവനെ. ഞാൻ പറയാനുള്ളത് നിങ്ങളൊന്ന് കേക്ക്. പറടാ. അന്ന് ഞാൻ അവിടെ പോയില്ല സത്യ. അവളെന്നെ തല്ലിയപ്പോ അവക്കിട്ട് പണിയെടുക്കണം ഞാൻ വിചാരിച്ച, പക്ഷേ അവളെ ഞാൻ അവിടെ കണ്ടില്ല. തിരിച്ചു വന്നപ്പോ അവളെ പാറമടക്കുളത്തിന്റെ അവിടെ നിൽക്കുന്നുണ്ട്. കൂടെ ആരെങ്കിലും? കൂടെ ആരും ഉണ്ടായില്ല. പിന്നെ അവിടെ ലാൻസർ കാർ കിടപ്പുണ്ട്. കാറോ? ഒരു മോഡിഫൈഡ് ലാൻസർ കാർ. അതുകൊണ്ട് പിന്നെ നീ എന്തിനാടാ മുങ്ങിയത്? കാലത്ത് അവളായിട്ടൊന്നും കോർത്തുണ്ട്. അവൾ മരിച്ചെന്നറിഞ്ഞപ്പോ എല്ലാവരും എന്നെ സംശയിക്കുന്ന എനിക്ക് ഉറപ്പായിരുന്നു. അതാണ്ടാ ഞാൻ മുങ്ങിയത്. അല്ലാതെ അതൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. നീ പറഞ്ഞത് തോന്നണെങ്കിൽ നമ്മളൊന്നും കാണാണ്ട് വരും. കണ്ണാ. ആ ഏട്ടാ, ഒരു കാരണത്തിലും മിസ്സാവരുതവൻ. ഇല്ല ഏട്ടാ, ചേട്ടൻ വിട്ടോ. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എഴുന്നേക്കടാ. പിന്നെ അവിടെ ലാൻസർ കാർ കിടപ്പുണ്ടായിരുന്നു. ഒരു മോഡിഫൈഡ് ലാൻസർ കാർ.
ആരായിരുന്നു മോളേത്? അറിയില്ല, ഏതോ മൈക്കളുടെ വീട് അന്വേഷിച്ചു. പോട്ടെ. മോളെ, നീയും കാന്താരിയും എനിക്കൊരുപോലെ ആയിരുന്നു. നിനക്കറിയാലോ, ലീവിന് വരുമ്പോൾ നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരുപോലെയുള്ള സാധനങ്ങളായി ചേട്ടൻ കൊണ്ടുവരാറ്. എന്നിട്ടും കാന്താരിക്ക് നീ കൂട്ടുകാരിയായിരുന്നില്ല, കൂടെ പറഞ്ഞ സഹോദരിയായിരുന്നു. ചതിച്ചല്ലോ മോളെ നീ അവളെ. ചേട്ടാ, പറ്റിപ്പോയി. ചേട്ടാ, എന്നോട് ക്ഷമിക്കും. ഞാനെല്ലാം പറയാം. ബാലു ഞാനും സ്നേഹത്തിലായിരുന്നു. ബാലു അതാരാ? MLA മോൻ. അവനെന്നെ ഒരു ദിവസം സിനിമയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവനെന്നെ കൊണ്ടുപോയത് അവൻ്റെ വീട്ടിലേക്കായിരുന്നു. അങ്ങനെ ഒരു ദിവസം കാന്താരി അത് കണ്ടു. അവളത് വീട്ടിൽ പറയുമെന്ന് ഞാൻ പേടിച്ചു. ഞാനത് ബാലുവിനോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞത് അവൻ നോക്കിക്കോളാന്നു. പിന്നെ ബസ് സ്റ്റോപ്പിലുണ്ടായ പ്രശ്നമില്ലേ, അപ്പോഴവൻ പറഞ്ഞ് ഇതാ പറ്റിയ അവസരം. അങ്ങനെ അവൻ പറഞ്ഞിട്ടാ ഞാനവളെ പാറക്കുളത്തിൻ്റെ അവിടെ കൊണ്ടുപോയത്. ക്ഷമിക്ക് ചേട്ടാ എന്നോട്. അവൻ ചതിയനാ. അവൻ എന്നെയും ചതിക്കായിരുന്നു. ഇതങ്ങ് പുറത്തു പറഞ്ഞ എന്റെ വീഡിയോ പുറത്തു വിടുന്നു പറഞ്ഞു. അവൻ പറഞ്ഞ കാരണം ഞാൻ ചേട്ടനെ വിളിച്ചതും, അവൻ പറഞ്ഞ കാരണം ഞാൻ എല്ലാം ചെയ്തതും. ക്ഷമിക്കേട്ട എന്നോട്. മോള് കരയണ്ട. അവനിപ്പോ എവിടെയുണ്ട്? അവൻ ഫാം ഹൗസിലുണ്ട്. ഞാൻ നോക്കിക്കോളാം അവന്റെ കാര്യം. ആരാ? എന്താ കാര്യം? എത്തിയോടാ നീ? അതെടാ, ഞാനാ നിന്റെ കാന്താരിനെ കൊന്നത്. വെറുതെ അല്ലടാ, നല്ലവണ്ണം ആസ്വദിച്ചിട്ട് തന്നെയാ കൊന്നത്.
എനിക്കറിയായിരുന്നു നീ എന്നെ തേടി വരുമെന്ന്. നിന്റെ പട്ടാള ബുദ്ധിയല്ലേ? എടാ, അവളെ മാത്രമല്ല അവളുടെ കൂട്ടുകാരിയെ കൊണ്ടുപോയി പൊട്ടക്കണ്ടി താതറാവനെ. പുല്ലേ, നീ പട്ടാളാണെങ്കില് ഞാൻ പൊളിറ്റിക്സ് ആടാ. വേണ്ട വേണ്ട, നീ അങ്ങനെ പെട്ടെന്ന് തീരിട്ടാ. ഇഞ്ചിൻ ചാത്തി തന്നാ മതി. വേദന എന്താണെന്ന് നീ അറിയണം. കൊല്ലരുത്. അവള് നിന്നോട് ഇത് തന്നെയായിരിക്കില്ലടാ പറഞ്ഞു. അമ്മേ അമ്മേ, കൊല്ലരുത്. എന്നെ കൊല്ലരുത്. നിനക്ക് ഞാൻ എന്തു വേണേലും തരാം. സ്വത്തോ പണമോ പദവിയോ എന്തു വേണേലും തരാം. നിനക്കെന്താ കാന്താരി തരം പറ്റോടാ നായേ? കാണുന്ന ഏത് പെണ്ണിന് സ്വന്തം കാമം തീർക്കാൻ വേണ്ടി മാത്രം വയ്ക്കുന്ന നിന്നെ പുള്ളവർക്ക് ഇതൊരു പാടാവണം.